തലമുടി ഉണ്ടല്ലോ ഒട്ടും നരയ്ക്കാതെ നല്ല ഇടതൂർന്ന് വളരാനായിട്ട് നല്ല ഉള്ളോടുകൂടി വളരാനായിട്ട് ഇതാ കഞ്ഞിവെള്ളം എന്താ ഇതുപോലെ തലയിലും തേച്ചൊന്ന് കഴുകി നോക്കിക്കേ. ആഴ്ചയിൽ ഒരിക്കലോ ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ മുടി നല്ല കട്ട കറുപ്പോടുകൂടി വളരും. അപ്പം നമ്മൾ പ്രായം ചെല്ലുന്നതിന് മുൻപ് തന്നെ തലമുടി നരച്ച് തുടങ്ങിയിരിക്കുന്ന ടീംസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗേൾസിനും ബോയ്സിനും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിൽ ഹെയർ ഡൈ അല്ല എന്നാൽ പോലും നമുക്ക് മുടിക്ക് നല്ല ഒരു നമുക്ക് വരുന്ന പുതിയ മുടിയിഴകൾ കറുപ്പായിട്ട് വരും. അതുമല്ല നരയ്ക്കാതിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അകാലനര മാറും കേട്ടോ. ഉണ്ടാക്കുന്നത് കണ്ടോ. അപ്പോൾ അത് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, പഴയ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ ഒരു സ്പൂണോളം നെല്ലിക്കയുടെ പൊടി, നെല്ലിക്ക നമുക്ക് അങ്ങാടി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം നെല്ലിക്കയുടെ പൗഡർ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുണ്ടല്ലോ കഞ്ഞിവെള്ളം, അപ്പം ഇന്നത്തെ കഞ്ഞിവെള്ളം അത് മതി കേട്ടോ, നാളത്തേക്ക് നമുക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം നമുക്ക് ഈ നെല്ലിക്കയുടെ പൗഡറിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങളുണ്ടല്ലോ ഈ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഇല്ലെങ്കിൽ സാധാ നമ്മൾ ചില്ലിൻ്റെ ബൗളോ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ കുഴച്ച് വെക്കുക. ഈ നെല്ലിക്കാപ്പൊടി ഒരു സ്പൂണും കഞ്ഞിവെള്ളം കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പം സാധാ ഏതെങ്കിലും വേറെ പാത്രത്തിലാണ്, ഇരുമ്പിൻ്റേതല്ലാതെ വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് നിങ്ങൾ കുഴച്ച് വെക്കണമെങ്കിൽ 2 ഇരുമ്പിൻ്റെ ആണി അതിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇരുമ്പിൻ്റെ ആണി ഉണ്ടല്ലോ അതിട്ട് വെച്ചാൽ മതി. നല്ലൊരു എന്താണെന്ന് പറയില്ല, നല്ല റിസൾട്ട് കിട്ടും. നല്ല മുടിക്ക് നല്ല കറുപ്പും കിട്ടും, മുടി വളരും. അപ്പോൾ അതായത് ഇനി ഇതിനകത്തേക്ക് ഉണ്ടല്ലോ 2-3 പനിക്കൂർക്കയുടെ ഇല ഇതുപോലെ ഒന്ന് പിച്ചി കീറിയിട്ട് കൊടുക്കാം. തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് നീർക്കെട്ട് വീഴാതിരിക്കാൻ പനിക്കൂർക്കയുടെ ഇല തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറ്റാർ വാഴ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കറ്റാർ വാഴ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു തണ്ടുണ്ടെങ്കിൽ മുറിച്ചിട്ടാൽ മതി. ഒരു കുഞ്ഞ് 2 തണ്ട് മുറിച്ചിട്ടാൽ മതി. ചുവന്നുള്ളി എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ, അപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. 2-3 ചുവന്നുള്ളിയുടെ ഇതുപോലെ കേട്ടോ, അതിങ്ങനെ കീറിട്ട് കൊടുക്കാം. തലയിലെ താരനുണ്ടെങ്കിൽ പമ്പ കിടക്കും, തലയിലെ താരനും മാറും, മുടി വളരാനും ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ചുവന്നുള്ളി. അപ്പം മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് ചുവന്നുള്ളി. കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം. കുട്ടികൾക്ക് തേക്കുമ്പോൾ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാൻ സ്കിപ്പ് ചെയ്യരുത്, അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 സ്പൂണോളം ഉലുവ കേട്ടോ. ഈ ഉലുവയും കൂടി മിക്സ് ചെയ്ത് വച്ചതിന് ശേഷം ഇതിപ്പോൾ ഞാൻ കുഴച്ച് വെച്ചത് ഏകദേശം ഒരു വൈകുന്നേരം ടൈം ആവാറായിട്ടോ. ഞാനിട്ട് രാത്രി ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇന്ന് എടുക്കരുത്, നിങ്ങൾ ഇന്ന് കുഴച്ച് വെച്ചാൽ നാളെ എടുക്കാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാത്രി ആയപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കൂല ഇതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വന്നതെന്ന് ഓർക്കില്ലേ. ഇത് ഇത്രയും ചേർത്ത് ഞാനിപ്പോൾ കുഴച്ച് വെച്ചിട്ട് രാത്രി ആയപ്പോൾ ഇത് കണ്ടോ ശരിക്കും ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹെയർ ഡൈ അല്ല കേട്ടോ, ഇത് മുടി നമുക്ക് അകാലനര മാറാനായിട്ട് തേക്കാനുള്ളതാണ്. മുടി വളരുകയും ചെയ്യും, കട്ട കറുപ്പും തിളക്കവും കിട്ടും മുടിക്ക് കേട്ടോ. അപ്പോൾ ഞാനിത് പിറ്റേന്നാണ് കേട്ടോ ഞാൻ ബാക്കി എടുത്ത് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ രാവിലെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും നല്ല തിക്കായിട്ടുള്ള എൻ്റെ കഞ്ഞിവെള്ളം കിടന്ന് നമ്മുടെ ഉലുവയും നമ്മുടെ കറ്റാർവാഴയും ചുവന്നുള്ളിയും ഒക്കെ കൂടി സെറ്റായി ഈ കളറിലേക്ക് ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ആ ചുവന്നുള്ളിയും കറ്റാർവാഴയൊക്കെ ഇതിനകത്ത് കിടക്കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം കഞ്ഞിവെള്ളം സാധാരണ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കഞ്ഞി അടിച്ച കഞ്ഞിവെള്ളം ആട്ടോ, ഞാൻ കുറച്ചും കൂടി ഇതിനകത്ത് കൊഴിച്ചിട്ട് ഇത്തിരി കൂടി വെള്ളമാക്കി ലൂസാക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നല്ല പേസ്റ്റ് പോലെ ഈ കൂട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു അരിപ്പയിൽ അരിച്ചെടുക്കണം കേട്ടോ. കാരണം ചെറിയ രീതിയിൽ പൊട്ടും ഒരു തരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് നന്നായിട്ട് ഒരു മിക്സിയല്ല, നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കിത് ഇതുപോലെ കിട്ടും. നല്ല ബ്ലാക്ക് കളറിൽ ഹെയർ ഡൈ പോലെ തന്നെ ഇരിക്കും. അപ്പം ഇതിനകത്ത് പൊടിയും പൊട്ടൊക്കെ ഉള്ളത് അരിച്ച് കളയാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇത് കുളിക്കുന്നതിന് മേലിൽ വയ്ക്കുന്നതിന് തൊട്ട് മുൻപ് തലയിൽ തേച്ച് വെച്ചിട്ട് കയറുക. മേലൊക്കെ തേച്ച് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷാമ്പു മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷാമ്പു അല്ലെങ്കിൽ തലയിൽ വെറുതെ തേച്ചിട്ട് നിങ്ങൾ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി, സോപ്പിട്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ, മുടിക്ക് നല്ല നീളവും കിട്ടും, ഉള്ളും വരും, കറുപ്പോടുകൂടി മുടി വളരും, അകാലനര മാറും കേട്ടോ. അപ്പം ഗേൾസിനും ബോയ്സിനും ട്രൈ ചെയ്യാം. കുട്ടികൾക്കാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ പനിക്കൂർക്കയുടെ എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് സ്കിപ്പ് ചെയ്യരുത്, ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ഇടണം കാണാം. ഇതുപോലുള്ള കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.